കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഓ, ഇത് എവിടെ കൊണ്ടുപോയി വെച്ചേക്കാൻ കയറി? അതിൽ വല്ല നിധിയുണ്ടോ? ഓ എന്റെ ശ്രീ, വേഗം ശിവേട്ടനെങ്ങാനുണ്ടാ, നിന്റെ കാര്യം തീർന്നു. രാവിലെ തന്നെ ശിവ ഉണരുന്നതിന് മുമ്പേ ആ സീക്രട്ട് റൂമിന്റെ കീ തപ്പുകയാണ് ശ്രീ. ആ റൂം മുഴുവൻ തപ്പിയിട്ടും അവൾക്കത് കിട്ടിയില്ല. അവൻ ഉണരുന്നതിന് മുമ്പേ അത് കൈക്കലാക്കി വെക്കാനാണ് കൊച്ചിന്റെ പ്ലാന്. ശ്രീ, അയ്യോ അമ്മേ, ശിവേട്ടൻ. എന്താ ശിവേട്ടാ? എന്താണ് ഇതൊക്കെ? പുതപ്പ് മാറ്റി ബെഡിൽ നിന്നും എണീറ്റ് മൂരി നിവർന്ന് ശ്രീയെ നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. അത് പിന്നെ ശിവേട്ടാ, എൻ്റെ വേണ്ടപ്പെട്ട സാധനം കാണാതെ പോയി, അത് തിരിഞ്ഞതാ. ശ്രീ ശിവയെ നോക്കി വളിച്ചൊരു ചിരിയോടെ പറഞ്ഞ് ഷെൽഫിൽ നിന്ന് വീണ് കിടന്ന തുണികൾ വാരിക്കൂട്ടി അതിനുള്ളിലേക്ക് തന്നെ തിരികെ വെച്ചു. നിന്റെ എന്ത് സാധനം കാണാതെ പോയത്? അത് ആക്കി. പെട്ടെന്നാണ് ശ്രീക്ക് എന്താ പറഞ്ഞതെന്ന് ബോധം വന്നത്. അത് കീക്കല്ല, എൻ്റെ കമ്മല. ഇപ്പൊ കിട്ടി. എവിടെയാ വെച്ചതെന്ന്? ഞാൻ ശിവേട്ടുള്ള ചായ എടുത്ത് വരാമേ. അതും പറഞ്ഞ് ശ്രീ താഴേക്ക് ഓടിയിരുന്നു. ശിവക്കുള്ള ചായയുമായി തിരിച്ച് റൂമിലേക്ക് വന്ന് ശ്രീ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ഡ്രസ്സിംഗ് ടേബിളിന്മേൽ കപ്പ് വെച്ചു. പോരാൻ നിന്നപ്പോൾ ടേബിളിലിരിക്കുന്ന ഒരു പൊതി അവളുടെ കണ്ണിൽ പെട്ടു. ആ പൊതി അയച്ചതും അതിനുള്ളിൽ സാധനം കണ്ടതും കൊച്ചിനെ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ അമ്മേ, ഫോണോ? കൊള്ളാലേ ഇത്. ശ്രീ അത് തിരിച്ചും മറിച്ച് നോക്കുമ്പോഴാണ് ഒരു ബാത്തവലും ചുറ്റിയൊരു ടവൽ കഴുത്തിലൂടെ ഇട്ട് തല തുവർത്തി ഒരു മൂളിപ്പാട്ടോട് കൂടി ശിവ ഇറങ്ങി വന്നത്. ശിവേട്ടാ, ഇത് എനിക്കാണോ? ശ്രീയെ നോക്കാതെ ഷെൽഫിൽ നിന്നും ഒരു കൈലി എടുത്തുകൊണ്ട് ശിവ മൂളി. സത്യം? എനിക്ക് വിശ്വാസം വരുന്നില്ല. ശ്രീ പറഞ്ഞത് കേട്ട് ശിവ അവളുടെ ബാക്ക് നോക്കി നല്ലൊരു അടി വെച്ച് കൊടുത്തു. ഔ, എനിക്ക് വേദനിച്ചുട്ടോ. ശ്രീ ഒരു കൈ കൊണ്ട് ബാക്ക് തിരിഞ്ഞ് ശിവയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ വിശ്വാസമായി നിനക്ക്? ഇനിയെങ്കിലും നിന്റെ ഫോൺ ഞാൻ പൊട്ടിച്ചു എല്ലാവരും പാടി നടക്കുന്നൊന്നും നിർത്തുമല്ലോ. പൊട്ടൻ, ഒരു ആൻഡ്രോയിഡ് ഫോൺ പൊട്ടിയതിനാ ഇത് വാങ്ങി തന്നത്. എന്താടി ഇതും പിടിച്ചോണ്ട് സ്വപ്നം കണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, താങ്ക്സ്. അതും പറഞ്ഞ് ശ്രീ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് കാലിലെ പെരുവിരൽ കുത്തി ഉയർന്നു പൊന്തി ഏന്തി വലിഞ്ഞ് കവളിൽ ചുംബിച്ച് അവിടെ തന്നെ അമർത്തി കടിച്ച് സന്തോഷം കൊണ്ട് ചാടിത്തുള്ളി താഴോട്ട് പോയി. ഡേയ്, നിന്നെ കൈ കിട്ടിയണ്ടല്ലോ. ശ്രീ കടിച്ച കവളിൽ ഒടിഞ്ഞ് ശിവ അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു പറഞ്ഞതും ശ്രീ അവൻ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കി ഒരു ഫ്ലൈയിങ് കിസും കൊടുത്ത് ഓടിപ്പോയി. ഇത് പട്ടിയുടെ ജന്മാണെന്നാ തോന്നി. ശിവ കണ്ണാടിയിൽ കൂടി തന്റെ കവളിൽ ശ്രീ കടിച്ച പാട് നോക്കി സ്വയം പറഞ്ഞു. പിന്നെ ആ പാട് താടികൊണ്ട് ഒരുവിധം ആരും കാണാത്ത രീതിയിൽ മാടി ഒതുക്കി വെച്ച് താഴോട്ട് പോയി. ദിവസങ്ങൾ വേഗം പോയി മറന്നു. ഇതിനിടയ്ക്ക് ശിവക്ക് ശ്രീയോടുള്ള സമീപനത്തിൽ അതിശയിച്ച് നിൽക്കുകയാണ് ശ്രീ. എന്നാലും ദിവസവും എന്തേലും ഒപ്പിച്ച് ശിവയുടെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങിക്കൊണ്ടുന്ന ശ്രീയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഒരു ദിവസം വൈകുന്നേരം അബിയുടെ കൂടെ ഉമ്മറത്തിരുന്ന് അവളുടെ ചെറുതായി വീർത്ത് വരുന്ന വയലിൽ തലോടി അവളോട് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ശീല. മറ്റുള്ളവരൊക്കെ ക്ഷേത്രത്തിൽ ദീപാരാധന തോരാൻ പോയതുകൊണ്ട് അവിടെ ഇരുവരും മാത്രമേ ഉള്ളായിരുന്നു. പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ടൊരു ബ്ലാക്ക് ബെൻസ് ആ വീടിന് മുന്നിൽ വന്നു നിന്ന് അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് രണ്ടുപേരും ആളെ മനസ്സിലാവാതെ നെറ്റിച്ചു വിളിച്ചു. ആരാ? ഉമ്മറത്തേക്ക് കയറി വരുന്ന ആ മധ്യവയസ്കനെ കണ്ടതും അബി ചോദിച്ചു. ഞാൻ കുറച്ച് ദൂരേന്ന് വരാം, പേര് ഹരീന്ദ്രൻ. ആ പേര് കേട്ടതും ശീതം ഞെട്ടി അബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പതിയെ അവളുടെ പിറകിലേക്ക് വലിഞ്ഞു. നിങ്ങൾ എന്തിനാ വന്നേ? ദാ ഇവളെ കൊണ്ടുപോകാൻ. അയാൾ ശീതുവിനെ നോക്കി പറഞ്ഞതും അവൾ പേടിയോട് അബിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പേടിയോടെ. അതിന് നിങ്ങൾ ആരാ? ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ലല്ലോ. അതുമല്ല, ഒരു ബന്ധവുമില്ലാത്ത നിങ്ങളുടെ കൂടെ ഇവളെന്തിനു വിടണം? ആര് പറഞ്ഞു ഒരു ബന്ധവും ഇല്ലെന്ന്? ഇവളുടെ തന്തയെ ചതിട്ടുള്ളൂ. അച്ഛനായ ഞാനിപ്പോഴും ജീവനോടുണ്ട്. അത് കേട്ട് അബി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നീ വാ മോളെ, നമുക്ക് പോവാം. പിന്നെ നാളെ അവളുടെ കല്യാണമാണ്. അയാൾ വന്ന് ശീതുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അബിയോട് പറഞ്ഞു. അതിന് നിങ്ങൾ ആരാ ഇവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? ജനിപ്പിച്ചാൽ മാത്രം ആരും അച്ഛനാവില്ല. അബിയുടെ വാക്ക് കേട്ടതും ഹരീന്ദ്രൻ അവളെ ദേഷ്യത്തോടെ നോക്കി. നീ പെണ്ണെ, അധികം വായിട്ട് അലക്കേണ്ട, സ്വന്തം സാഹചര്യം നോക്കുന്നത് നല്ലതാ. അയാൾ അബിയുടെ വീർത്ത് വരുന്ന വയറിലേക്ക് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അബിയാളെ ദേഷ്യത്തിൽ നോക്കി മുഖം തിരിച്ചു. നീ വാ മോളെ, നമുക്ക് പോവാം. നിന്റെ ആരുമല്ലാത്തവരുടെ കൂടെ ഇനി ഇവിടെ നിൽക്കണ്ട. എനിക്ക് വേണം ഇനി നിന്നെ. അയാൾ ആവശ്യത്തിൽ കൂടുതൽ വിനയും വാരി വിതറി അബിയുടെ പിറകിലായി പേടിച്ച് വിറച്ച് നിൽക്കുന്ന ശീതുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ വിട്, ഞാൻ എങ്ങോട്ടും ഇല്ല. അവൾ അയാളുടെ കൈകൾ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, നിനക്ക് എന്നോട് ദേഷ്യമാണ്. ഞാൻ നിന്റെ അച്ഛനല്ലേ? എന്ത് സന്തോഷത്തോടെയാണെന്നോ ഞാൻ നിന്നെ കാണാൻ വന്നേ. എന്നിട്ട് നീ? അയാളൊരു കുറുക്കന്റെ കൗശലത്തോടെ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് പുച്ഛം തോന്നി. താൻ ജനിച്ചതിൽ പിന്നെ ആദ്യമായാണ് അച്ഛനെന്നാ പറയുന്ന ആളുടെ മുഖം താൻ കാണുന്നത്.
തൻ്റെ അമ്മയെ താലി കെട്ടി ചതിച്ചു കളഞ്ഞു. സ്വന്തം സുഖവും സന്തോഷവും തേടിപ്പോയാൽ താനെന്ന മകൾ ജീവനോടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത്രയും വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത അയാൾ ഇന്നിപ്പോൾ സ്വന്തം കാര്യം നേടിയെടുക്കാനാണ് ഈ ആട്ടമാടുന്നത്. ഒക്കെ ഓർത്തതും അവൾക്ക് അവളോട് തന്നെ സ്വയം പുച്ഛവും അയാളുടെ ദേഷ്യവും തോന്നി. അയാളോട് എന്തൊക്കെയോ പറയണമെന്ന് ശീതുവിന് തോന്നിയെങ്കിലും നാവ് ഉയരുന്നില്ല എന്നതായിരുന്നു സത്യം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന്, ഇത് എന്തിനാ? അയാൾ വീണ്ടും അവളെ നിർബന്ധിച്ചതും ശീതു അസ്വസ്ഥതയോടെ കൈകൾ വിളിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഡോ, തന്നോടല്ല അവൾ വരുന്നില്ലെന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ താൻ അവൾ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത്? താനിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ശീതുവിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ട് അഭി ദേഷ്യത്തിൽ ഇടയിൽ കയറി പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഏയ് പെണ്ണേ, നീ ആരെ വിളിച്ചാലും മിഹാരിയെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിവളെ കൊണ്ടുപോകാനാ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. അയാൾ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയതും അയാളുടെ ഗാർഡ്സ് എന്ന് തോന്നിക്കുന്ന കുറച്ച് തടിമാരന്മാർ അവിടെ അടുത്തേക്ക് വന്നു. ദേ, ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് നീ വന്ന് കാറിൽ കയറിയില്ലെങ്കിൽ ഇവളെയും ഇവളുടെ വയറ്റിൽ വളർന്നതിനെയും ആരും കാണില്ല. ഇവളെ മാത്രല്ല, നിന്നെ സംരക്ഷിച്ച ആരെയും നീ കാണില്ല. അബിയെ പിടിച്ചു വെച്ച ഗുണ്ടകൾ നോക്കി ക്രൂരമായി ചിരിച്ച് പോക്കറ്റിൽ നിന്ന് ഒരു പിസ്റ്റൾ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും ചെയ്തൊന്ന് ഞെട്ടി വേണ്ടെന്ന രീതിയിൽ തനിയാട്ടി. അബി ചേച്ചിയെ വിട്, ഞാൻ വരാം, ഇവരൊന്നും ചെയ്യല്ലേ. ഗുഡ് ഗേൾ. ഷീതു വേണ്ട. അബി ചേച്ചി ഞാൻ പോവാം, ഞാൻ കാരണം ഇവിടെ ആർക്കും ആപത്ത് വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് പറഞ്ഞ് നിർവികാരതയോടെ അയാളുടെ കൂടെ പോകുന്ന ശീതുവിന് അഭി വേദനയോടെ നോക്കി. പിന്നെ തന്നെ പിടിച്ചിരിക്കുന്ന അവരുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് അഭി ദേശത്തുള്ളിലേക്ക് പോയി. ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം. മൂളിപ്പാട്ടും പാടി ഓഫീസിൽ നിന്ന് തന്നെ മുന്നിലുള്ള പേപ്പറിൽ എന്തൊക്കെയോ കുത്തി വരയ്ക്കുകയാണ് ശ്രീ. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ കെട്ടിയേക്കുന്ന വാച്ചിലേക്കും ശിവ വരുന്നുണ്ടെന്ന് അറിയാൻ ഡോറിലേക്കും നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രീയുടെ കലാവിരുത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അബിയുടെ കോള് വരുന്നത്. ആദ്യം ശ്രീ എടുക്കാനൊന്നും മടിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഓഫീസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്താൽ ശിവ അത് വാങ്ങി വെക്കുമെന്ന് പറഞ്ഞ് കുട്ടി ചെറുതായി ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും ശ്രീ കോൾ എടുത്തതും അപ്പുറത്ത് നിന്ന് അഭി പറയുന്നത് കേട്ട് ശ്രീ ഞെട്ടിലോട് ഇരുന്നിരുത്തി ചാടി എഴുന്നേറ്റു. കുറച്ച് സമയം കഴിഞ്ഞതും ശ്രീയെ തിരക്കി വന്ന ശിവ കാണുന്നത് ഫോണും കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ പെറുപുറത്ത് മൂട്ടിൽ തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശ്രീയാണ്. ഏയ് നിനക്കെന്താ? വന്നോ? ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയേ? കയ്യിൽ 24 മണിക്കൂർ ആ കുന്തുണ്ടാകുമല്ലോ, എന്നിട്ട് വിളിച്ചാലും കിട്ടില്ല. ഇവൾക്ക് എന്തുപറ്റി? കാര്യം എന്താന്ന് വെച്ചാൽ തെളിയിച്ച് പറയടി. ശിവ തന്റെ സീറ്റിലിരുന്നതും ശ്രീ അവന്റെ മടിയിൽ കയറിയിരുന്നതും ശിവ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അഭി വിളിച്ചതും എല്ലാം അവനോട് പറഞ്ഞു. അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത്, അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ദൈവമേ, രാമായണം ഫുള്ള് വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിച്ച പോലെ ആയല്ലോ. ഇനി വല്ല പൊട്ടത്തിനും പറഞ്ഞ സത്യം ചെയ്തിരുന്ന് ഞാൻ നിങ്ങളെ തലക്കടിക്കും. ശ്രീ ലാപ്പെടുത്ത് കയ്യിൽ പിടിച്ച് പറഞ്ഞതും ശ്രീപദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. ഏടി പോത്തെ, ആരെങ്കിലും സ്വന്തം മകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യും. ഇല്ലെങ്കിൽ ഇത്രയും കാലില്ലാത്ത സ്നേഹം ഇവിടുന്ന് പൊട്ടിമുറിച്ച അയാൾക്ക്. അതുമല്ല, നാളെ അവളുടെ വിവാഹമാണെന്നാ അയാൾ അബിയോട് പറഞ്ഞത്. മകളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ സ്വന്തം മകളുടെ അറിവില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവളുടെ അച്ഛൻ്റെ പേരെന്താ? എന്തോ ഹരിയേന്ദ്രനോ മറ്റോ ആണെന്നാ അബി പറഞ്ഞത്. ശിവയെന്ന് മോളി ഫോണെടുത്ത് ആരെയോ വിളിച്ച് സംസാരിച്ചു. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നാളെ നടക്കുന്ന കല്യാണത്തിലൂടെ ആ ഹരിയേന്ദ്രന്റെ കമ്പനിക്ക് കിട്ടുന്നത് കോടികളുടെ ഡീലാണ്. വിവാഹമെന്ന ചടങ്ങിലൂടെ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നിന്റെ ശീതുവിനെ ഈ ഡീലിന് വേണ്ടി അവർക്ക് വിൽക്കുകയാണ് അവരുടെ ഉദ്ദേശം. ആ ചേറ്റെ എനിക്കറിയാം. നേട്ടത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത നാറിയവൻ. അപ്പൊ എന്റെ മോനെ കാരണം എന്റെ ശീതുവിന് എന്തെങ്കിലും പറ്റിയ ഉറപ്പായോ അയാളെ ഞാൻ കൊല്ലും. നീ എണീക്ക്, നമുക്ക് വീട്ടിൽ പോകാം. അവന് ശീതുവോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് പറഞ്ഞാൽ പറ്റില്ല, അവളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് എണീക്കില്ല. അതും പറഞ്ഞ് ശ്രീ അവന്റെ മടിയിൽ നിന്ന് എണീറ്റ് വാശിയിൽ തറയിലിരുന്നു. ദേവി വീണ്ടും ഇരിക്കും. നീ എന്തിനാ അനങ്ങി എങ്ങനെ ഇരിക്കുന്നേ? വാശി കളഞ്ഞ് എന്റെ കൂടെ വരാൻ നോക്ക്. അവളെ കൊണ്ടുവരാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങൾ വേണേ പൊക്കോ. ആ പോവന്നെയാണ്, നീ ഇവിടെ ഇരുന്നോ. പൊക്കോ, എന്നോട് ഇത്തിരി പോലും സ്നേഹമില്ലാണ്ടല്ലേ എനിക്കറിയാം. അല്ലേലും ഞാൻ നിങ്ങൾക്ക് അധികം പറ്റല്ലേ. അല്ലെങ്കിൽ എന്റെ ശീലത്തിന് എന്ത് പറ്റിയാലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ചോദിക്കാനും പറയാനില്ലാത്തവളല്ലേ അവള്. അപ്പോ അവൾക്കൊക്കെ എന്ത് പറ്റിയാലും നിങ്ങളെ ബാധിക്കില്ലല്ലോ. ശ്രീ ശിവയെ ഒളിക്കണ്ടിട്ട് നോക്കി സെന്റിമെന്റൽ അപ്രോച്ച് നടത്തി. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവളെ തിരിച്ചുകൊണ്ട് തരണം, അത്രേ ഉള്ളൂ. ആ ഓക്കെ, അവളെ കൊണ്ട് വന്ന് തന്നാ എനിക്കെന്ത് തരും? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ തരും. ബാക്കല്ലേ, ഇനി മാറ്റില്ലല്ലോ? ഇല്ല. എന്നാൽ നാളെ നേരെ വെളുത്തതിന് മുമ്പ് അവൾ ഏത് വിധിനെയും കൊണ്ടുവന്ന് നിന്നെ മുന്നിൽ നിർത്തിയിരിക്കും. പറ്റിക്കില്ലല്ലോ അല്ലേ? ഈ ശിവക്ക് ഒറ്റ വാക്കും ഒറ്റ തന്തേ ഉള്ളൂ.
ഇനിയെങ്കിലും നീ അവിടെ നിന്ന് എണീക്ക്. ശിവ പറഞ്ഞത് കേട്ട് ശ്രീ സന്തോഷത്തോടെ ഇരുന്നേരത്ത് ചാടി എഴുന്നേറ്റ് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. എന്നാ വാ നമുക്ക് പോകാം. നീ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോക്കോ. ശിവേട്ടനപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ആദ്യം ഇതിൻ്റെ ഇടയിൽ കളിച്ച ആ നാറിയെ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ശിവ അവിടെ നിന്ന് നേരെ പോയത് ഉണ്ണി വർക്ക് ചെയ്യുന്ന ബ്ലോക്കിലേക്കായിരുന്നു. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് അല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു. ശിവ ആരെയും മൈൻഡ് ചെയ്യാതെ മാനേജർ എന്ന ബോർഡ് വെച്ച ക്യാബിൻ്റെ ഡോർ തള്ളിത്തുറന്ന് ഉള്ളിലേക്ക് കയറി ചെയറിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന ഉണ്ണിയെ ചവിട്ടി താഴെയിട്ടു. പകപ്പോടെ ഉണ്ണി മിഴികൾ തുറന്ന് നോക്കിയപ്പോഴേക്കും ശിവ അവൻ്റെ ഷർട്ടിൻ്റെ കോളിൽ കുത്തിപ്പിടിച്ച് അവൻ ഉയർത്തിയിരുന്നു. എന്തടാ നിനക്ക് ഭ്രാന്തായോ? ആദ്യത്തെ പകർപ്പ് മാറിയതും ഉണ്ണി ശിവയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ശിവയോട് ചോദിച്ചു. നീ എന്താ കരുതിയേ? ഇടയിൽ നിന്ന് കളിച്ച ആരൊന്നും അറിയില്ലെന്നോ? നിനക്ക് ആ ശീതലിനോട് ദേഷ്യമാണെന്ന് അറിയാം. അതിനവളുടെ ജീവിതം തകർക്കാൻ കൂട്ടു നിൽക്കാണോ വേണ്ടേ? ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? ഉണ്ണിയുടെ ചോദ്യം കേട്ടതും ശിവ എല്ലാം പറഞ്ഞു. ശിവ, സത്യമായും എനിക്കതിൽ പങ്കില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം നീ എന്തിനാ അവളുടെ ആ തന്തപ്പടിയുടെ ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചത്? അത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് അയാൾ ഞാൻ കണ്ടിരുന്നു. അന്ന് അയാൾ എന്നോട് അവൾ ആദ്യം താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ഇവിടെ വന്ന് എന്നെ കണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾ അവളുടെ അച്ഛനാണെന്ന്. പിന്നെ അയാൾ കുറേ സെൻറ്റി ഡ്രാമ നടത്തി അവളൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ അവൾ നമ്മുടെ വീട്ടിലാണെന്ന് കാര്യം പറഞ്ഞത്. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിനക്ക് അങ്ങേരെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിനക്ക് വിളിച്ച് അന്വേഷിച്ചത്. അല്ലാതെ നീ കരുതുമ്പോഴൊന്നും അല്ല. സോറിടാ, ഇന്നലെ നീ അങ്ങേരെ കുറിച്ച് ചോദിച്ചതും പിന്നെ അവളോടുള്ള നിന്റെ ദേഷ്യമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ. പോടാ നാറി, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ അവളുടെ ക്യാരക്ടറായിരുന്നു ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്തിനേതിന് പേടി, എന്തിനേറെ പറയുന്നു. സ്വന്തം കാര്യത്തിൽ പോലും അഭിപ്രായം പറയാൻ അറിയില്ല. അതാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടാകുമോ ഇതുപോലെ? അവൾക്ക് സംസാരിച്ചു ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ആകെ ആ സ്ത്രീയോട് മാത്രം സംസാരിക്കുമ്പോഴാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അപ്പരുന്ന് മോങ്ങാൻ തുടങ്ങും. ഇപ്പം തന്നെ കണ്ടില്ലേ, അയാൾ വന്ന് 2 ഡയലോഗ് അടിച്ചപ്പോഴേക്ക് അവൾ പേടിച്ച് അയാളുടെ കൂടെ പോയില്ലേ? അവളൊന്ന് നാവ് എഴുത്തിയെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? നീ പറയുന്നതൊക്കെ ശരിയാകും. പിന്നെ നീ ഒന്ന് ഓർക്കണം, നമുക്ക് ചുറ്റും എല്ലാവർക്കും സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവൾ വളർന്നത് ഈ പറഞ്ഞതൊന്നും ഇല്ലാതെയാണ്. അതാണ് അവൾ ഇങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പായത്. ശിവ പറഞ്ഞത് കേട്ട് ഉണ്ണി പിന്നൊന്നും മിണ്ടിയില്ല. കാരണം ശിവ പറഞ്ഞത് സത്യമാണെന്ന് അവനറിയാമായിരുന്നു. ഏതായാലും അറിയാതെയാണെങ്കിലും നീ ഇതിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് നീ വേണം ഇതിനൊരു മാർഗം കണ്ടെത്താൻ. കൂടാതെ എനിക്ക് സ്ത്രീ കൊടുത്ത വാക്ക് പാലിക്കുക വേണം. അതും പറഞ്ഞ് ശിവ ഉണ്ണി മറുത്തെന്തെങ്കിലും പറയും മുമ്പേ അവനെയും കൊണ്ട് അവിടുന്ന് പോയിരുന്നു. ഡാ ശിവ, ഇനി എന്തോ ചെയ്യും? ഹരിയേന്ദ്രനെ കണ്ട് മാന്യമായ രീതിയിൽ ഇരുവരും പോയി സംസാരിച്ചു. അയാളുടെ പെരുമാറ്റം കണ്ട് ഇരുവർക്കും അയാൾക്ക് 2 പൊട്ടിക്കണം തോന്നിയെങ്കിലും സ്ഥലവും സന്ദർഭവും ഓർത്ത് അവരവിടുന്ന് ഇറങ്ങിപ്പോകും. ആ വീടിൻ്റെ പരിസരത്തായി തന്നെ കുറച്ച് മാറി കാർ പാർക്ക് ചെയ്ത് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴുള്ള ഉണ്ണിയുടെ ചോദ്യം കേട്ടതും ശിവ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് കാലുകൊണ്ട് ചവിട്ടിയരിച്ച് ഉണ്ണിയെ കലിപ്പിച്ച് നോക്കി. വീണ്ടരുത് നീ, എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാ. ഞാനോ? അല്ല, നിന്നെ മാറ്റവള്. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ ചൂടാവാതെ നമുക്ക് തിരിച്ചു പോവാം. അവളില്ലാതെ എങ്ങനെ പോകും? അവളെ കൊണ്ടുവരാതെ അനങ്ങില്ല കുടിക്കില്ലെന്നും പറഞ്ഞ് നിന്റെ പെങ്ങളെടുത്ത് അവിടെ ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ട്. ശിവ പോക്കറ്റിൽ നിന്ന് വേറൊരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നീ എന്തിനാ എല്ലാ കാര്യങ്ങളും അവളോട് പറയാൻ പോയത്? ഇനി എന്നെ പറഞ്ഞു. നിന്നോട് അങ്ങനെ അവളുടെ അഡ്രസ്സ് ചോദിച്ചാ നിന്നോട് ഞാൻ പറഞ്ഞു അവളുടെ നക്ഷത്രം നാളും വരെ ഓരത്തി കൊടുക്കാൻ. അതൊരു അബദ്ധം. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിങ്ങോ? നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഭ്രാന്തായോ? നീ ശാരത്തേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നത് ഇവിടെ പോസിബിൾ അല്ല. കാരണം അയാൾ എന്ത് നാറിയ കളിയും കളിക്കും. അതിന് ഉദാഹരണമല്ലേ സ്വന്തം മോളത്തിന് തൻ്റെ ലാഭത്തിന് വേണ്ടി വെറുതെ ഒരു വിവാഹത്തിൻ്റെ പേരിൽ വിൽക്കുന്നത്. പിന്നെ ഇനി നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങിയാൽ ടൈം എടുക്കും, അവിടേക്കൊക്കെ കഴിയും. ഓക്കെ, പക്ഷേ നമ്മളെങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലും? അവിടെ നിറച്ച അയാളുടെ ആളുകളാണ്. നമ്മളെ കണ്ടാൽ തന്നെ അവർ തിരിച്ചറിയും. അപ്പം പിന്നെ എങ്ങനെ കയറി ചെല്ലും? ഉണ്ണിയുടെ പറച്ചിൽ കേട്ടതും ശിവയൊന്ന് ചിരിച്ചു. അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ ഉണ്ണി അവനെ സംശയത്തോടെ നോക്കി.